ക്രിസ്തുവിനെ അല്ലാതെ ഒരു ഭരണകൂടത്തെയും ഭയപ്പെടുന്നില്ല. രാജ്യം ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തൊരു തീ പോലെയാണ് കാത്തോലിക്ക ബാവ പറഞ്ഞതാണ്. ഏത് ക്രിസ്ത്യാനിക്കാണ് BJP ഭരിക്കുന്നത് കൊണ്ട് അത്തരത്തിലൊരു പ്രശ്നമുണ്ടായത് എന്നുള്ളത് കൂടി തുറന്നു പറയേണ്ടതല്ലേ? അല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാര്യം കാതോലിക്ക ബാവ പറഞ്ഞത് 100% ശരിയാണ്. അതിന് അതെങ്ങനെ? അതിന് പല കാരണമുണ്ട്. കാരണം കാതോലിക്ക ബാവ പറഞ്ഞത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല, അത് സംശയമുണ്ട്. ഈ കാതോലിക്ക ബാവ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ? എനിക്കതിനകത്ത് വലിയ ബലമായിട്ടുള്ള സംശയമുണ്ട്. അത് ഈ പുള്ളി ആരെങ്കിലും സേവ പിടിച്ച് കാല് പിടിച്ച് ആരെങ്കിലുമൊക്കെ കാലും പാദമൊക്കെ നക്കിയിട്ടാണോ കയറിയെന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ ഇനി ഒരു തെരഞ്ഞെടുപ്പില്ല എന്നുള്ള മട്ടിലാണ് കാതോലിക്ക ബാവയുടെ വരിക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രശ്നം വലിയ ഭയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. ഈ ഭയം സ്വാഭാവികമാണ്, ഭയം ഇല്ലാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വേറൊന്ന് പറയട്ടെ, 1954 വഖഫിൻ്റെ നിയമം കൊണ്ടുവന്നത് ആരും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 1993 അതിൻ്റെ ഫസ്റ്റ് അമെൻമെൻറ്റ് നരസിംഹറാവു കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ അമെൻമെൻ്റ് അതിനകത്ത് കൊണ്ടുവരുന്നത് മൻമോഹൻ സിംഗ് ആണ്. ആ ബില്ല് പ്രകാരം ഒരു ഭൂമി വഖഫിൻ്റേതാണെന്ന് വഖഫുകാർക്ക് തീരുമാനിക്കാൻ അധികാരമുണ്ട്. അത് കാതോലിക്ക ബാവയ്ക്ക് അറിയാമായിരുന്നല്ലോ. പക്ഷേ കാതോലിക്ക ബാവയ്ക്ക് തലയ്ക്കകത്ത് ആളോട്ടില്ലാത്തതിന് ഇത് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ എവിടെ നിന്നും നക്കാപ്പിച്ച് കാശ് മേടിച്ചിട്ടുണ്ടാവും, അതിന് വലിയ വിവരം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാതോലിക്ക ബാവ മാത്രമല്ല, കേരളത്തിലെ ബിഷപ്പുമാർക്ക്, എല്ലാ ബിഷപ്പുമാർക്കും അറിയാമായിരുന്നു 2013 മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഈ പറയുന്ന വഖഫ് നിയമം അത് നമ്മുടെ നെഞ്ചത്താണ് കയറാൻ പോകുന്ന നിശ്ചയമുണ്ട്. അത് കഴിഞ്ഞ് 2014 തെരഞ്ഞെടുപ്പ് നടന്നു. ആ 2014 തെരഞ്ഞെടുപ്പിൽ ഈ കാതോലിക്ക ബാവ എവിടെയായിരുന്നു? കാതോലിക്ക ബാവ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുകയായിരുന്നു. എൻ്റെ തെളിവ് അതിനകത്തുണ്ടല്ലോ. കാതോലിക്ക ബാവ മാത്രമല്ല, കേരളത്തിലെ ബിഷപ്പുമാരിൽ ഏറെ പേരും ഈ പറയുന്ന ഇലക്ഷൻ ഏജന്റുമാരായിരുന്നു. അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് പിടിക്കാൻ നടക്കുന്നവരാണ്. അതിൻ്റെ കാരണം നമ്മൾ തിരക്കുമ്പോഴാണ് വളരെ അത്ഭുതകരമായ വശം. ഇവർ ശരിക്കും സഭാ നേതൃത്വമാണ്. ഈ സഭാ നേതൃത്വം സഭാവാസികളും തമ്മിൽ ഒരു ബന്ധവുമില്ല. കേരളത്തിലെ സാധാരണ ക്രിസ്ത്യാനിക്ക്, ഭാരതത്തിലെ സാധാരണ ക്രിസ്ത്യാനി അനുഭവിക്കുന്ന നിരവധി ദുരിതങ്ങളുണ്ട്. ഈ ദുരിതങ്ങളൊന്നും ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർ കോടികൾ സമ്പാദിക്കും. ആ കോടികൾ സമ്പാദിച്ചിട്ട് ഇവർ യഥേഷ്ടം ഇവർക്ക് താല്പര്യമുള്ള രീതിയിൽ ഇവർ യാത്ര ചെയ്യും, ഇവർ സഞ്ചരിക്കും, ഇവർ ആ പണം ചെലവാക്കും, ഇവരെല്ലാ വിദേശ രാജ്യങ്ങളിലും പോവും, അതും ഇതൊക്കെ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നതൊക്കെ ഇവർ പണം കൊടുക്കുന്ന ചില പത്രമാധ്യമങ്ങൾ അതിനെ സംബന്ധിക്കുന്ന വെണ്ടനിരക്ക് നിരത്തിയിട്ട് വലിയ വാർത്ത കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വാർത്തയ്ക്ക് എന്താ പ്രാധാന്യമുള്ളത്? ഈ പറയുന്ന ആൾക്ക് മനസ്സിലാവുമല്ലോ. 2014 തെരഞ്ഞെടുപ്പ് നടന്നിട്ടാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്. 2019 തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, 2024 തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തില്ല എന്നുള്ളത് ഈ മനുഷ്യന് വെളിപാടുണ്ടാവാൻ എന്താ കാരണം? ഈ വെളിപാടുണ്ടാകാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുള്ള സ്വാർത്ഥപരമായിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇന്ന് ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിൽ യാതൊരു സാധ്യതയില്ല. ഇത്ര ഭയം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവർക്കൊക്കെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അല്ലല്ല, സുവിശേഷം രണ്ടാമത്തതാണ്. സുവിശേഷത്തിന്റെ ഇടയിലൂടെ ഇവരുടേതായ കാര്യങ്ങൾ ഒളിച്ചു കടത്തുന്ന രീതി ഉണ്ടല്ലോ, അതാണ് കൂടുതൽ. അപ്പോ ഞാൻ വേറൊന്ന് പറയട്ടെ, കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് 7500 വിദ്യാലയങ്ങളുണ്ട്. ഞാൻ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതിൽ എത്ര സ്കൂളിൻ്റെ സ്ഥലം ഇവർ പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്? എറണാകുളത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളെ സംബന്ധിച്ചും എൻ്റെ രേഖയുണ്ട്, കോളേജുകളുടെയൊക്കെ. ഈ കോളേജുകളുടെ എല്ലാം ഭൂമി ഒരു കാലഘട്ടത്തിൽ കൊച്ചി രാജാവിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടിയതാണ്. തിരുവിതാംകൂർ ഭൂമിയിൽ തിരുവിതാംകൂർ രാജാവിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഭൂമി കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നു. ഈ പറയുന്ന ആളുകൾ, ഈ സഭാ മേലധ്യക്ഷന്മാരും അതേപോലെ തന്നെ ബിഷപ്പുമാരടങ്ങുന്ന ആളുകൾ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുത, ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി പറഞ്ഞൊരാൾ അത് മഹാത്മാഗാന്ധിയായിരുന്നു. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ജോർജ് ജോസഫ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ആൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി രംഗത്ത് വരികയും TK മാധവനെയും KP കേശവനെയും KK എളപ്പനെയൊക്കെ ചെന്ന് കണ്ട് സമരത്തിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തത് ജോർജ് ജോസഫാണ്. മഹാത്മജി സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഈ സമരത്തിൽ ജോർജ് ജോസഫ് വേണ്ട. എന്താ വേണ്ടെന്ന് വെക്കാൻ കാരണം, സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും നടത്തിയത് ക്രൈസ്തവ സഭയാണ്. ഇത് മഹാത്മജിക്ക് അറിയാം. ഇത് ബ്രിട്ടീഷുകാരുടെ കുതന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് മഹാത്മജിക്കറിയാം. ബ്രിട്ടീഷുകാരനും സഭയും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മഹാത്മജിക്കറിയാം. അതിനെക്കുറിച്ചിട്ട് മഹാത്മജി കൃത്യമായിട്ട് പറയുന്നത് CF ആൻഡ്രൂസ് ആണ്
എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയായിരിക്കുന്ന ആളാണ് തന്നോട് ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജോർജ് ജോസഫ് സമരത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം ക്രൈസ്തവ സഭയുടെ താല്പര്യപ്രകാരമാണ്. ഹിന്ദുക്കളിൽ ജാതിയുണ്ട്, ഹിന്ദുക്കളുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധമുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് വ്യാപകമായ രീതിയിൽ മതപരിവർത്തനം നടത്താനുള്ള ക്രൈസ്തവ സഭയുടെ അക്കാലത്തെ വലിയ പരിശ്രമത്തെ തിരിച്ചറിഞ്ഞ ആള് അത് മഹാത്മജിയായിരുന്നു. അതുകൊണ്ട് മഹാത്മജി പറഞ്ഞു, ജോർജ് ജോസഫെ, തിരുവല്ലക്കാരാ, ഈ പണിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി, നിങ്ങളാരും സമരത്തിലേക്ക് വരേണ്ടെന്ന് അന്തസ്സോടുകൂടിയിട്ട് നിങ്ങൾ പോയിട്ട് ക്രൈസ്തവ വിഭാഗത്തിൽ ജാതിയുണ്ട്, അവിടെ ഉച്ചനീചത്വങ്ങളുണ്ട്, അവിടെ മാത്രമാണ് പുലയപ്പള്ളികളുള്ളത്. പുലയപ്പള്ളി അക്കാലത്ത് വ്യാപകമാണ്. മതപരിവർത്തനം നടത്തിയിരിക്കുന്ന എന്ന പുലയ സമുദായത്തിൽപ്പെട്ട ആളെ മതപരിവർത്തനം നടത്തിയിട്ട് ക്രിസ്ത്യാനിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സുറിയാനി ക്രിസ്ത്യാനിയുടെ പള്ളി കയറാൻ സാധ്യമല്ല, യാക്കോബായക്കാരൻ്റെ പള്ളിയിൽ അവരെ കയറ്റൂല, മറിച്ച് അവരെ കൊണ്ടുപോകുന്നത് പുലയ പള്ളികളിലായിരുന്നു. ഈ പുലയ പള്ളികളുടെ ചരിത്രമാണ് മഹാത്മജി മുഖത്ത് നോക്കിയിട്ട് ജോർജ് ജോസഫിനോട് പറഞ്ഞു, താങ്കൾ പോയിട്ട് അത് പോയി കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ജോർജ് ജോസഫിനെ സമരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് മഹാത്മാഗാന്ധിയാണ്. ഇങ്ങനെയുള്ളൊരു വലിയ ചരിത്രം ക്രൈസ്തവ സഭയ്ക്കുണ്ട്. ഇതിൽ മാത്രമല്ല, ഞാൻ വേറൊന്നും കൂടി പറഞ്ഞാൽ മനസ്സിലാവും. 1958-59 സമയത്ത് കേരളത്തിലെ വിമോചന സമരം നടന്നു. വിമോചന സമരത്തിൻ്റെ നെടുനായകത്വം വഹിച്ചത് ക്രൈസ്തവ സഭകളാണ്. അതിന് നേതൃത്വത്തിൽ NSSന്റെ മന്നത്ത് പത്മനാഭനെ കൊണ്ടുവച്ചു. ഈ സമരം ജനവിരുദ്ധമായ സമരമായിരുന്നു. വിമോചന സമരം ജനങ്ങൾക്ക് എതിരായിട്ടുള്ള സമരമായിരുന്നു. ഈ സമരത്തിൻ്റെ പിന്നാമ്പുറം കഥകൾ പരിശോധിച്ചാൽ അന്നുണ്ടായിരുന്നൊരു വിദ്യാഭ്യാസ ബില്ലാണ് കേരളത്തിൽ കൊണ്ടുവന്നത്. ആ ബില്ല് കൊണ്ടുവന്ന മുണ്ടശ്ശേരി മാഷാണ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. ആ മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് ഞങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞിട്ടാണ് സഭ സമരം നടത്തിയത്. പക്ഷേ സത്യത്തിൽ സഭയ്ക്കറിയാമായിരുന്നു ഈ ബില്ല് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബില്ലാണ്. ഇത് സഭയും ജോസഫ് മുണ്ടശ്ശേരിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ബില്ലാണ്. 1957-58 സമയത്ത് കേരളത്തിൻ്റെ EMS മന്ത്രിസഭയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ബില്ല്. ആ ബില്ല് പ്രകാരമാണ് കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളൊന്നും സർക്കാർ ഏറ്റെടുക്കുന്നില്ല, മറിച്ച് അവിടെയുള്ള അധ്യാപകർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് സർക്കാരായിരുന്നു. ഇപ്പോഴും സർക്കാരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ആയിരക്കണക്കിന് അച്ഛന്മാരും അമ്മമാരും ഒക്കെ, ഞാൻ അച്ഛൻ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് അച്ഛനല്ലാട്ടോ ഇയാള്, ഇവർ ചുമ്മാ അച്ഛന്മാരാണ്. ഈ പറയുന്ന അച്ഛന്മാര് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഖജനാവിലെ പണമാണ്. ഞാൻ നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ പണമാണ്. അങ്ങനെ കേരളം ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്നത് 45,000 കോടി റുപ്യയാണ്. കേരളത്തിലെ കടക്കണിയിലാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഈ പറയുന്ന കാതോലിക്ക ബാവ അടക്കുന്ന സഭാ നേതൃത്വമാണ് ഇതിനകത്ത് വലിയ പങ്കുവഹിച്ചത്. അവരും മുണ്ടശ്ശേരി മാഷും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ പേരിലുണ്ടാക്കിയ വിദ്യാഭ്യാസ ബില്ലിൻ്റെ സംരക്ഷണാർത്ഥം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈസ്തവ സഭ വിമോചന സമരം നടത്തിയത്. അതുകൊണ്ട് ആ സമരത്തെ എതിർത്ത ആദ്യത്തെ ദേശീയ നേതാവിൻ്റെ പേര് മാധവ സദാശിവ ഗോൾവൽക്കർ എന്നാണ്. RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ EMS മന്ത്രിസഭയായിക്കൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിക്കൊള്ളട്ടെ, ഈ മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആദ്യമായിട്ട് പ്രസ്താവിച്ചത് അദ്ദേഹമാണ്. അതിനെക്കുറിച്ച് എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ സംശയം ഉണ്ടെങ്കിൽ വിചാരധാര ഒരു വട്ടം വായിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇത് സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായം. നിലവിൽ ഈ പറയുന്ന സഭാധ്യക്ഷന്മാരുടെയൊക്കെ ഒരു നീക്കമുണ്ടല്ലോ, അത് ഈ FCRA ബില്ല് വന്നതോടുകൂടിയാണ് ഏറ്റവും പ്രശ്നത്തിലേക്ക് പോയത്. അവർ സത്യത്തിൽ മുസ്ലിം സംഘടനകൾ പെടുന്നതിനേക്കാൾ വലിയ പെടലാണ് FCRA വരുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും സഭാ മേലധ്യക്ഷന്മാർക്കുണ്ടായത് എന്നുള്ളതല്ലേ? അല്ല, അതിന് കാരണം ഇതിന് FCRA ബില്ലെന്ന് പറയുന്ന വിദേശ ഫണ്ടിൻ്റെ നിയന്ത്രണം കൊണ്ടുവരിക, അതിന് കണക്ക് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. ഇതിന്റെ കണക്കുകൾ കാണിക്കണം കൃത്യമായിട്ട്. സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള ബില്ലുകളോ കാര്യങ്ങളോ ആശയങ്ങളോ ഒക്കെ വരുമ്പോൾ എതിർക്കുന്നത് മുസ്ലിം സംഘടനകളായിരുന്നു. പക്ഷെ ഇത്തവണ നേരെ തിരിച്ചാണ് ഉണ്ടായിരുന്നത്. അതിന് കാരണം ഇനി മുസ്ലിം സംഘടനകളെ സംബന്ധിച്ച് പല സംഘടനകൾക്കും അവർക്ക് കണക്കുണ്ട്. ഇപ്പോൾ അമൃതാനന്ദമയി മിഷൻ ഇതിൻ്റെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്, അവർക്ക് കണക്കുണ്ട്. ഈശ ഫൗണ്ടേഷൻ ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്, കണക്കുണ്ട്. ശ്രീ രവിശങ്കർ സ്വീകരിക്കുന്നുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. പല മുസ്ലിം സംഘടനകൾക്കും കണക്കുണ്ട്. ഇവിടെ പള്ളി അച്ഛന്മാർക്ക് അവിടെ കണക്കുള്ളത്. ഈ സഭാ നേതൃത്വം ഈ വിദേശ ഫണ്ടിൻ്റെ കാര്യത്തിൽ വല്ല കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ? ഒറ്റ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, നിങ്ങൾ പണം വാങ്ങിച്ചോളൂ, വിരോധമില്ല. ആ പണത്തിന് കണക്ക് വേണം.
അത് എന്തിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്? അത് സേവന പ്രവർത്തനത്തിനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുടിച്ചു കൂത്താടാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അനാശാസ്യ പ്രവർത്തനത്തിന് പണം കൊടുക്കാനാണോ? ഇത്തരത്തിൽ വ്യക്തമായിട്ട് രേഖ വേണം. ഈ രേഖ വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്താണ് ക്രിസ്ത്യൻ സഭകള്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ക്രൈസ്തവരല്ല പ്രശ്നക്കാര്, സഭാ ക്രൈസ്തവ മേലധ്യക്ഷനാണ്. സഭയാ നേതൃത്വമാണ് പ്രശ്നം. ആ സഭാ നേതൃത്വം ഒന്നിൻ്റെയും കണക്ക് സൂക്ഷിക്കാൻ തയ്യാറില്ല. ആ കണക്ക് സൂക്ഷിക്കാൻ തയ്യാറില്ലാത്തതിൻ്റെ വലിയൊരു അനുഭവമാണ് മറ്റേ ജോർജ് ആലഞ്ചേരിയും കൂട്ടരും ഇവിടെയുള്ള മറ്റൊരു വിഭാഗമായിട്ടുള്ള പ്രശ്നം ഉണ്ടായത്. 28 കോടി കിട്ടുക, 10 കോടി രേഖയിൽ കാണിക്കുക, 18 കോടി വെള്ളത്തിൽ വരച്ച് വരയായിട്ട് മാറുക, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ സ്വന്തമായിട്ട് ബാങ്കിൻ്റെ പാസ്ബുക്ക് സഭയുടെ അധ്യക്ഷൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോക ചരിത്രത്തിലെ ഏക പ്രസ്ഥാനത്തിൻ്റെ പേര് കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വമാണ്. ഇവരെല്ലാം ഇവരെന്ന് പറയട്ടെ, അവരാണ് ബാങ്കിൻ്റെ പാസ്ബുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ നേതാവാണ് ഈ പറയുന്ന കാതോലിക്ക ബാവ. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെ നേർക്ക് കടിഞ്ഞാണിടുമെന്ന് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതിന്റെ ആയിക്കോളൂ. ഇടയിൽ. കാരണം ഈ സഭാ മേലധ്യക്ഷ ഇവർ പറയുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്നു ഹിന്ദുത്വ ഭരണ നേതൃത്വം എന്നാണല്ലോ. ഇവർക്ക് ഗൾഫ് മേഖലകളിൽ ഒന്നും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുവിശേഷം പ്രസംഗിക്കണ്ടല്ലോ. അത് ഇതെല്ലാം നിർബാധം നടക്കുന്നത് ഇന്ത്യയിൽ തന്നെയല്ലേ? അല്ല, അങ്ങനെയൊക്കെ അവിടെ പോയിട്ട് സഭാ നേതൃത്വം അവിടെ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കാലില്ലാത്ത കാതോലിക്ക ബാവയെ നമ്മൾ കണ്ടുവരും, തലയില്ലാത്ത കാതോലിക്ക ബാവയെ നമ്മൾ കണ്ടുവരും. ഇന്ത്യയിൽ ഇതൊക്കെ സംസാരിക്കാം, ഇന്ത്യയിലെ ഭരണകൂടത്തിനെതിരായിട്ട് പറയാം. ഇവർ ഇതേപോലെ തന്നെ വലിയൊരു സുവിശേഷം പറഞ്ഞുകൊണ്ട് സ്ഥലമാണല്ലോ സിറിയ. 95% ക്രിസ്ത്യാനികളായിരുന്നു. ഇന്ന് ആ സുറിയാനി സഭയുടെ ആസ്ഥാനമായിരിക്കുന്ന സിറിയയുടെ അവസ്ഥ എന്താണെന്നുള്ള വിവരം, ജോർദാൻ്റെയൊക്കെ പോട്ടെ, സിറിയയുടെ അവസ്ഥ എന്താണെന്നുള്ള വിവരം കാതോലിക്ക ബാവ ആദ്യം ഒന്ന് പറയട്ടെ. ഈ കാതോലിക്ക ബാവയുടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത്, ഭാരതത്തുള്ള ഹിന്ദുക്കളായിരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന മറ്റുള്ള ആളുകളും കൂടി സുന്നത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനൊരു കുതന്ത്രമാണ് ഈ പറയുന്ന കാതോലിക്ക ബാവ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം എന്നെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ക്രൈസ്തവ വിരുദ്ധമാണ്, യേശുക്രിസ്തുവിന് വിരുദ്ധമാണ്, പള്ളിയിൽ പോകുന്നവർക്ക് വിരുദ്ധമാണ്, സഭാ നേതൃത്വത്തിന് വേണ്ടിയിട്ടാണ്, പണത്തിന് വേണ്ടിയിട്ടാണ്, ഇയാളുടെ സ്വന്തമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരമുള്ള ആളുകളെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം തന്നെ ഈ പറയുന്ന ആളെ അവജ്ഞയോടുകൂടി തള്ളിക്കളയും എന്നാണ് എൻ്റെ വിശ്വാസം.